എത്ര കൂടുതൽ നിങ്ങൾ വായിക്കുന്നോ അത്രയും കൂടുതൽ നിങ്ങൾ പഠിക്കുന്നു. വായിക്കുന്തോറും പഠിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? കൂടുതൽ വായിച്ചാൽ കൂടുതൽ പഠിക്കുന്നു. ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അതിന് ആനുപാതികമായി വേറൊരു കാര്യവും കൂടി സംഭവിക്കുന്നു. ഒരു കാര്യം വർദ്ധിക്കുമ്പോൾ വേറൊരു കാര്യവും അതുപോലെ തന്നെ വർദ്ധിക്കുന്നു. ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ട്രക്ചർ ആണ് ദ മോർ എന്നത്. മോർ എന്ന് പറഞ്ഞാൽ മച്ച് എന്നതിൻ്റെ കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. മച്ച്, മോർ, മോസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? നോക്കൂ എക്സാമ്പിൾസ്. നിങ്ങൾ ചിന്തിക്കും തോറും ടെൻഷൻ കൂടുന്നു. നിങ്ങൾ എത്രയോ കൂടുതൽ ചിന്തിക്കുന്നു അത്രയും ടെൻഷൻ നിങ്ങൾക്ക് കൂടുന്നു എന്നാണ് പറയേണ്ടത്. ദ മോർ യു തിങ്ക്, ദ മോർ ടെൻഷൻ യു വിൽ ഹാവ്. നമ്മൾ എത്ര കൂടുതൽ സംസാരിക്കുന്നു അത്ര കൂടുതൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നു. ദ മോർ വി ടോക്ക്, ദ മോർ വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഞാൻ എത്ര കൂടുതൽ സേവ് ചെയ്യുന്നു അത്രയും കൂടുതൽ സാമ്പത്തികമായ സുരക്ഷിതത്വം എനിക്കുണ്ടാകുന്നു. ദ മോർ ഐ സേവ്, ദ മോർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഐ വിൽ ഹാവ്. നിങ്ങൾ എത്ര കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുവോ അത്ര വെയിറ്റ് നിങ്ങൾക്ക് കൂടുന്നു. ദ മോർ യു ഈറ്റ്, ദ മോർ വെയിറ്റ് യു പുട്ട് ഓൺ. ഞാൻ എത്ര കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അത്രയും കൂടുതൽ ഞാൻ കൺഫ്യൂസ്ഡ് ആകുന്നു. ദ മോർ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ദ മോർ കൺഫ്യൂസ്ഡ് ഐ ഗെറ്റ്. അവൻ എത്ര കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുവോ അത്രയും കൂടുതൽ പൈസ അവൻ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ദ മോർ മണി ഹി മേക്സ്, ദ മോർ ഹി സ്പെൻഡ്സ്.